നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. നെല്ലിന് കേന്ദ്ര സർക്കാർ കിലോഗ്രാമിന് അനുവദിച്ച ₹1.40 കേരള സർക്കാർ കർഷകർക്ക് നൽകാതെ തട്ടിയെടുക്കുന്നതായി കർഷക സമിതി നേതാവ് ദാസൻ കാട്ടുങ്ങൽ. കേക്ക് വിവാദം, കോർപ്പറേഷൻ യോഗത്തിൽ ബഹളം. ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷം അതിരൂപത ലൂർദ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. SYS കേരള യുവജന സമ്മേളന എക്സ്പോ ആയിരങ്ങൾ സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നെല്ലിന് കേന്ദ്ര സർക്കാർ അധികമായി അനുവദിച്ച തുക കിലോഗ്രാമിന് ₹1.40 നൽകാതെ സംസ്ഥാന സർക്കാർ കർഷകരെ കണ്ണീര് കുടിപ്പിക്കുകയാണെന്ന് കർഷക സമിതി പ്രസിഡന്റ് ദാസൻ കാട്ടുങ്ങൽ. കർഷകർ ഇടതുപക്ഷ സർക്കാരിന്റെ കണ്ണിലുണ്ണിയാണ്. അധ്വാന വർഗത്തിന്റെ രക്ഷകർത്താക്കളാണ് ഇടത് സർക്കാർ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാർ കർഷകർക്ക് കേന്ദ്ര സർക്കാർ നെല്ലിന് ₹1.40 താങ്ങുവില കൂട്ടി നൽകിയിട്ടും കഴിഞ്ഞ 3 വർഷമായി ഇത് നൽകുന്നില്ല. ₹28.20 1 കിലോ നെല്ലിന്റെ താങ്ങുവില. ഇതിനൊപ്പം ₹1.40 കൂടി കേന്ദ്ര സർക്കാർ നൽകുന്നത് കേരള സർക്കാർ കർഷകർക്ക് നൽകുന്നില്ല. അധ്വാന വർഗത്തിന്റെ രക്ഷകർത്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരള സർക്കാർ ചെയ്ത മറ്റൊരു കൊടും ചതി കൂടി പറയാതെ വയ്യ. നെൽപ്പാടം തരം മാറ്റലിലൂടെ ലഭിക്കുന്ന പണം കാർഷിക അഭിവൃദ്ധി ഫണ്ട് രൂപീകരിച്ച് കാർഷിക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്ന നിർദ്ദേശം അവഗണിച്ച് 1510 കോടി രൂപ ഫണ്ട് പോലും രൂപീകരിക്കാതെ തട്ടിയെടുത്തു. ഹൈക്കോടതി ഈ പണം 3 തവണയായി കാർഷിക അഭിവൃദ്ധി ഫണ്ട് രൂപീകരിച്ച് തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സാധുതയില്ലെന്ന് കർഷകർ വിശ്വസിക്കുന്നതായി ദാസൻ കാട്ടുങ്ങൽ പറഞ്ഞു. പ്രതിനിധി എന്നാൽ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്, കേരള സർക്കാർ കേരളത്തിലെ കർഷകരോട് ചെയ്യുന്ന കൊടും അനീതി ഇനിയെങ്കിലും നിർത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ₹28.20 1 കിലോ നെല്ലിന് ഇപ്പോൾ താങ്ങുവിലയേറ്റി തരുന്നത്. 3 വർഷം മുൻപും ഇതേ ₹28.20 കേന്ദ്ര സർക്കാർ വർഷാവർഷം ₹1.40 നെല്ലിന് സബ്സിഡി തരുന്നുണ്ട്. ഓരോ വർഷവും ഒരു കൂട്ടിത്തരുന്നുണ്ട്. ആ കൂട്ടിത്തരുന്നതിനനുസരിച്ച് കേരള സർക്കാർ തരേണ്ട സബ്സിഡി കിഴിച്ച് ഒഴിവാക്കിക്കൊണ്ട് ₹28.20. അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ കണ്ണീരൊപ്പുന്ന സർക്കാരാണെന്നൊക്കെ വീമ്പ് പറഞ്ഞ ഇവരുടെ മുഖം മൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അഴിഞ്ഞു വീണില്ലേ? ഇവരൊക്കെ പറഞ്ഞത് വ്യാജമാണ്, വെറും രാഷ്ട്രീയ കപട നാടകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട അങ്ങനൊരു ഫണ്ട് ഇവർ രൂപീകരിച്ചില്ല. 2017 മുതൽ തരം മാറ്റത്തിലൂടെ കിട്ടുന്ന 1510 കോടി രൂപ ഇവർ വകമാറ്റി ചെലവഴിച്ചു. കർഷകർക്കൊന്നും ചെയ്തില്ല, വകമാറ്റി ചെലവഴിച്ചു. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കമ്പ്യൂട്ടർ വാഹനം വാങ്ങാനും ബിൽഡിംഗ് പണിയുന്നതിനും വേണ്ടി വകമാറ്റി. അത് ഇവർക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുന്നിൽ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. അത് 3 തവണയായിട്ട് കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് മാറ്റണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇവർ വളരെ 2022 കാർഷിക അഭിവൃദ്ധി ഫണ്ട് രൂപീകരിക്കാൻ തന്നെ ഇവർ തയ്യാറായത്. രൂപീകരിച്ചിട്ട് 1510 കോടി രൂപ പിരിച്ചു കഴിഞ്ഞിട്ട് കാർഷിക അഭിവൃദ്ധി ഫണ്ടിലിട്ടുന്ന വെറും 6 ലക്ഷം രൂപ. ബാക്കിയൊക്കെ ഇവർ ഇതാക്കി. ഇവിടെ കർഷകരുടെ ഒരുപാട് ആത്മഹത്യകൾ കഴിഞ്ഞു. കർഷകർ ഒരുപാട് ദുരന്തങ്ങൾ, കർഷകർ കണ്ണീരും വേദനയും ഉള്ള കർഷകർ ഒരുപാട് ദുരന്തങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നു. അവരുടെ നെല്ലിന് വില കിട്ടിയിട്ടില്ല. മാസങ്ങളോളം കാത്തിരിക്കണം. എന്നിട്ടും അവർ കാനറ ബാങ്ക് തരുന്ന വായ്പയാണ് നെല്ലിൻ്റെ വിലയായിട്ട് കിട്ടിയിരിക്കുന്നത്.
ഇതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് കാർഷിക അഭിവൃദ്ധി ഫണ്ട് എന്നൊരു ഫണ്ട് വിഭാവനം ചെയ്തത്. ആ ഫണ്ട് എന്തൊക്കെ രീതിയിൽ ചെലവഴിക്കണമെന്നും അതിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിലെ കർഷകരെ കണ്ണീരൊപ്പുന്ന ഈ സർക്കാർ അത് വകമാറ്റി ചെലവഴിച്ചു. ഇതുപോലൊരു സർക്കാർ എന്നിട്ടും പറയുന്നു കർഷകർ ഞങ്ങളുടെ കണ്ണിലുണ്ണിയാണ്, കർഷകന് വേണ്ടി കർഷകർ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് എന്നൊക്കെ പറയുന്നു. ഇതുപോലെ ഒരുപാട് രാഷ്ട്രീയ ജൽപ്പനങ്ങൾ കേരളത്തിലെ കർഷകർ കേട്ടിട്ടുണ്ട്. അതുപോലൊരു ജൽപ്പനമാണ് ഈ സർക്കാരും ചെയ്യുന്നതെന്ന് തൃശ്ശൂർ ജില്ലാ പൗരാശാധിക്ക് വേണ്ടി ഞാൻ പറയുന്നു. കേക്ക് വിവാദം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളം. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മേയർ MK വർഗീസിന്റെ വീട് സന്ദർശിച്ച് കേക്ക് നൽകിയ സംഭവത്തിൽ മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ മാധ്യമങ്ങളിൽ കൂടി മേയറെ ശക്തമായി വിമർശിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ CPI കൌൺസിലർമാരെയും മേയറെയും പരിഹസിച്ചുകൊണ്ട് വിമർശിച്ചു. VS സുനിൽകുമാറിന് പിന്തുണ നൽകേണ്ടതില്ലെന്ന് പകരം CPIയുടെ കോർപ്പറേഷൻ പാർലമെന്റ് പാർട്ടി ലീഡർ വില്ലടം കൌൺസിലറുമായ സതീഷ് കുമാർ ദൃശ്യമാധ്യമങ്ങളിലൂടെ VS സുനിൽകുമാറിന്റെ അഭിപ്രായത്തെ തള്ളിപ്പറഞ്ഞുവെന്നും MK വർഗീസ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുൻപും പിൻപും BJP അനുഭാവിയായി മാറിയെന്നും സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് പദവി ഉപയോഗിച്ച് സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടിയെന്നും മേയർക്കുള്ള പിന്തുണ പിൻവലിക്കാൻ CPIയിലെ കൌൺസിലർമാർക്ക് നട്ടലുണ്ടോയെന്നും രാജൻ ജെ പല്ലൻ ചോദിച്ചു. പിന്തുണ പിൻവലിച്ച കത്ത് നൽകിയാൽ ഉടൻ KPCCയുമായി ആലോചിച്ച് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അനുശോചനം കൂടി പിരിയണമെന്ന് രേഖാപ്രകാരവും കൌൺസിലിലും രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷനിൽ ജീവനക്കാരനായിരുന്ന വിരമിച്ച് 50,000 രൂപ പെൻഷൻ വാങ്ങുന്ന CPM പ്രവർത്തകനായ NK രമേശിനെ മേയറുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാനുള്ള അജണ്ട പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ഉപനേതാവ് EV സുനിൽ രാജ്, സെക്രട്ടറി K രാമനാഥൻ എന്നിവരുടെ എതിർപ്പിനെ തുടർന്ന് തള്ളിക്കളഞ്ഞു. ഭരണപക്ഷത്തുള്ള CPM കൌൺസിലർ അഡ്വക്കേറ്റ് അനസ് അഹമ്മദ്, CPI കൌൺസിലർ സാറാമ റോബ്സൺ, ജനതാദൾ കൌൺസിലർ ഷീബ ബാബു എന്നിവരും പ്രതിപക്ഷത്തോടൊപ്പം നിന്ന് താൽക്കാലിക നിയമനത്തെ എതിർത്തു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ഉപനേതാവ് EV സുനിൽ രാജ്, സെക്രട്ടറി K രാമനാഥൻ, ജയപ്രകാശ് പൂവത്തിങ്കൽ, മുകേഷ് കുളപ്പറമ്പിൽ, ശ്യാമള മുരളീധരൻ, NA ഗോപകുമാർ എന്നിവരും സംസാരിച്ചു. നിങ്ങളല്ലേ മേയറെ വോട്ട് പിന്തുണപ്പെടുന്നത്? നിങ്ങൾക്ക് കോൺഗ്രസ് തുറന്നു പറയാൻ പറ്റുമോ? മേയറെ പിന്തുണ പിൻവലിച്ചു. ആരെങ്കിലും കോൺഗ്രസ് അവിശ്വാസം കൊണ്ട് അയാൾ കൂടെ നിൽക്കാൻ പറയാൻ പറ്റുമോ? പിറ്റേ ദിവസം കൊണ്ടുവരാ. ഇവിടെ എന്താ ഇന്ന് ഞാൻ ഒക്കെ പോട്ടെ, എനിക്ക് ഈ സുഹൃത്ത് സതീഷ് കുമാറോട് ചോദിക്കാനുള്ളത്, വാർത്താ സമ്മേളനത്തിൽ ധൈര്യമായി VS സുനിൽകുമാർ നേതാവിനെ എതിർത്ത് പറയാൻ തണ്ടാടം കാണിച്ചതാണ്. ഞാനിപ്പോ നാളല്ലേ എനിക്ക് ചോദിച്ചത്, സതീശൻ നേരിട്ട് അവിടെ ചോദിച്ചു മാധ്യമങ്ങളിൽ കൂടി. മാടല്ലേ സുനിൽകുമാറിനെ ചോദിച്ചേ സതീശൻ? CPIയുടെ കൗൺസിലാണ്. വർഗീസാണ് പറഞ്ഞതിലേക്ക് വിഷമില്ല. CPIയുടെ കൗൺസിലർ ഞാനൊരു വിരോധം പറഞ്ഞിട്ട് CPIയുടെ കൗൺസിലർ പറഞ്ഞപ്പോ നെഞ്ച് കഴിച്ചു പോയി. ഇനി അപ്പൊ അതുകൊണ്ടാണ് VS സുനിൽകുമാർ എന്നത് പത്തി താത്തി. ഞാനൊന്നിന്റെ ഇടപെടാനില്ലട്ടാ, ഞാനിതൊന്നും പറയാനില്ലട്ടാ. മേയർ BJP-കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് പുതിയ സംഭവമല്ലല്ലോ. മേയർ BJP-കാരൻ തന്നെയാണ്. മേയർ പാർലമെന്റ് ഇലക്ഷനിലെ സുരേഷ് ഗോപിയോടൊപ്പമായിരുന്നു. മേയർ രഹസ്യമായും പരസ്യമായും സുരേഷ് ഗോപിക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചത്. ഇത് ആർക്കറിയാത്ത ഇവിടെ ഇരിക്കുന്ന അറിയാതെ കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അറിയാതെ കഴിക്കുന്ന ആൾക്കാര് കെ സുരേന്ദ്രൻ പദ്ധതികളിൽ വീട്ടിൽ പോയി ജയിച്ചു കൊടുത്തതല്ല, അതിന് മുമ്പത്തെ പ്രവർത്തികളാണ് അതിന് വിവാദമാക്കിയത്. സുനിൽകുമാർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അദ്ദേഹത്തിന് പിന്തുണയില്ല. ആരെ പിന്തുണയില്ല? കൗൺസിലർമാരെ ഒരു പിന്തുണയില്ല. സ്വന്തം പാർട്ടിയുടെ കൗൺസിലർമാരെ ഒരു പിന്തുണ. ഇനിയൊരു ഇടവേള. Mediplas Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ.
റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷം തൃശൂർ അതിരൂപത തലത്തിൽ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ ജൂബിലി കവാടം തുറന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ, വൈദികർ എന്നിവർ സഹകാർമ്മികരായി. ദിവ്യബലിയും തിരുക്കർമ്മങ്ങളും നടന്നു. അതിരൂപതയിലെ വൈദികർ, പാസ്റ്ററൽ കൌൺസിൽ, ഫൊറോന കൌൺസിൽ, ഇടവക കമ്മിറ്റികൾ എന്നിവരിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായി. 15ാം നൂറ്റാണ്ട് മുതലാണ് അനുതാപത്തിന്റെ ആചാരമായി വിശുദ്ധ കവാടം തുറന്ന് അതിലൂടെ പ്രവേശിക്കുന്ന രീതി ആരംഭിച്ചത്. ഈശോയുടെ ജനനത്തിന്റെ 2025 വർഷം ആരംഭിക്കുന്ന ജൂബിലി വർഷത്തിന്റെ ഒരുക്കമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഡിസംബർ 24 സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കവാടം തുറന്നു. തിരിതെളിച്ച് ആരംഭിച്ച ജൂബിലി വർഷാചരണത്തിന്റെ അതിരൂപതല ഉദ്ഘാടനം വിശുദ്ധ കവാടമായി ഒരുക്കുന്ന തിരുക്രമത്തിലേക്ക് സ്വർഗത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്ന പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്കും പ്രവേശിക്കാം. പ്രാർത്ഥനകളിൽ നമുക്ക് പങ്കുചേരാം. നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളും
അങ്ങയുടെ പുത്രനിലൂടെ അവകാശമായി ലഭിച്ച സ്വർഗീയ ജെറൂസലമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന പ്രത്യാശയുടെ തീർത്ഥാടകരാണെന്ന ബോധ്യത്തിൽ വളരുവാൻ ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കുംഭസാരം എന്ന കൂദാശ വഴി വിശുദ്ധീകരിക്കപ്പെട്ട് ഈ ജൂബിലി വർഷത്തിൽ അങ്ങാവുന്ന വാതിലിലൂടെ രക്ഷയിലേക്ക് പ്രവേശിച്ച് അങ്ങേ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യാശയുടെ കവാടമായി മാറുന്ന ഈ വാതിൽ അങ്ങ് ആശീർവദിക്കണമേ. ഇതിൽ പ്രവേശിക്കുന്നവർ പ്രത്യാശയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന യഥാർത്ഥ തീർത്ഥാടകരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ അഭിമന്യ പിതാവ് വിശുദ്ധ കവാടം ധൂപിക്കുകയും വിശുദ്ധ ജനം കൊണ്ട് തെളിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് നടക്കുന്നത്. അഭിപ്രാർത്ഥന നടത്തുന്നതാണ്. അതിനുശേഷം അഭിമന്യ പിതാവ് ആദ്യം വിശുദ്ധ കവാടം നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. അഭിമന്യ പിതാവ് ദേവാലയ പ്രധാന കവാടത്തിലൂടെ ആദ്യം കടക്കുന്നു. തുടർന്ന് തിരുവസ്ത്രം അണിഞ്ഞ എല്ലാ വൈദികരും അതിനുശേഷം മറ്റ് വൈദികരും മധ്യയിലേക്ക് പ്രവേശിക്കും. അതിനുശേഷമാണ് മറ്റുള്ളവരെ സാവകാശം വിശുദ്ധ കവാടത്തിലൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഈ സമയം കായിക സംഘം ഗീതം ആലപിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥാടകരായ ഞങ്ങൾക്ക് അന്ധകാരം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കുവാനും വേണ്ട കൃപ ഈ ജൂബിലി വർഷത്തിൽ അങ്ങ് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ തെളിയിക്കുന്ന ഈ ജൂബിലി പ്രധാനത്തിന് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തുവാനും പ്രകാശിതമാക്കുവാനുമായി കൃപയുടെ അടയാളമായി തീരട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ. ജീവിതത്തിന്റെ നാളുകൾക്ക് പ്രതീക്ഷയുടെ ആത്മവിശ്വാസം പകരുന്ന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന SYS കേരള യുവജന സമ്മേളനത്തിലെ എക്സ്പോ ന്യൂ ജനറേഷന്റെ അറിവിനെയും പ്രയോഗത്തെയും സ്വപ്നങ്ങളെയും ഒരുപോലെ സംബോധന ചെയ്യാനുള്ള പരിശ്രമമാണ്. അറിവ്, തൊഴിൽ, സംരംഭം, ടെക്നോളജി, ഓട്ടോമേഷൻ, ഫിനാൻസ്, മാനുഫാക്ചറിംഗ് തുടങ്ങി സാധ്യതകളുടെ ലോകത്തേക്ക് പങ്കുവെപ്പുകളും പ്രദർശനവുമായി എക്സ്പോ വിദ്യാഭ്യാസത്തിന്റെ ദാർശനിക സ്വപ്നങ്ങളെയും അവസരങ്ങളെയും കരിയർ സാധ്യതകളെയും അവതരിപ്പിക്കുന്ന എജുസെൻ അറിവിന്റെ അക്ഷര ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന പ്രമുഖ പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകം ബുക്ക് ഫെയർ,
സ്റ്റാർട്ടപ്പുകളെയും വിജയിച്ച ബിസിനസ്സുകളെയും സംരംഭ ഉപായങ്ങളും അവതരിപ്പിക്കുന്ന ഇന്നോവേഷൻ, സാമൂഹിക ആശയങ്ങൾ ആഴത്തിൽ അറിയാൻ സാധിക്കുന്ന ഐഡിയൽ ക്ലിനിക്, സാന്ത്വന സാമൂഹിക സേവനങ്ങളുടെ പ്രായോഗിക വഴികൾ മനസ്സിലാക്കുന്നതിനുള്ള സാന്ത്വനം കോർണർ എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു എൻജൻ എക്സ്പോ. 3 ദിവസം ആയിരങ്ങൾ സന്ദർശിച്ചു. അറിവുകൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് ആകർഷണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, NGOകൾ, മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഉൽപാദകർ എന്നിവരുടെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. വിദഗ്ധർ പങ്കെടുത്ത ചർച്ചകളും ശ്രദ്ധേയമായി. IPF, വെഫി, IPB എന്നീ സംഘടനകളും സ്ഥാപനങ്ങളുമാണ് സംഘാടനം നിർവഹിച്ചത്. മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. സമ്മേളനത്തിൽ എത്തുന്നവർക്ക് അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുക എന്ന ആശയം സ്വീകരിക്കപ്പെട്ടുവെന്ന് കോർഡിനേറ്റർ അഷ്ഹർ പത്തനംതിട്ട പറഞ്ഞു. SOS യുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ ആമ്പല്ലൂരിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന എൻജൻ എക്സ്പോയുടെ ഭാഗമായി ഏകദേശം 5000-ലധികം ടൈറ്റിലുകളുള്ള പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരവുമായി പുസ്തകലോകവും ഈ പുതിയ കാലത്ത്, നോളജ് എക്കണോമിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് മികച്ച കരിയർ രേഖപ്പെടുത്തുക, മികച്ച കരിയർ കണ്ടെത്തുക, അതുപോലെ യുവാക്കൾക്ക് തൊഴിൽ മേഖലയിൽ എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതും അവരുടെ കഴിവിനനുസരിച്ചുള്ളതുമായ തൊഴിൽ മേഖല എങ്ങനെ തിരഞ്ഞെടുക്കാം, ഡിജിറ്റൽ കാലത്ത് എങ്ങനെയാണ് ഒരു രക്ഷകർത്താവ് തൻ്റെ കുട്ടികളോട് ഇടപെടേണ്ടത് എന്നീ 3 തീമുകളിൽ ഏകദേശം 38 സ്റ്റാളുകളിലായി എഡ്യൂസൈൻ കരിയർ എക്സ്പോ നമ്മളിവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ വ്യത്യസ്ത സംരംഭകരുടെ സംരംഭങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ സ്റ്റാളുകളോടുകൂടി അതിവിപുലമായ സൗകര്യങ്ങളാണ് എൻജൻ എക്സ്പോയുടെ ഭാഗമായി തൃശ്ശൂർ ആമ്പല്ലൂരിൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഇത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കൂടുതൽ ദിശാബോധം നൽകുന്നതും ആധുനിക കാലത്തെ പുതിയ മാറ്റങ്ങളോട് എങ്ങനെ സംവദിക്കണമെന്നുള്ള കൃത്യമായ ഉത്തരവും കൂടിയാണ് ഈ എൻജൻ എക്സ്പോ. ഒരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജുവലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബഷീർ അഹമ്മദ് സ്വാഗതം ആശംസിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ സതീഷ് ചന്ദ്രൻ, PS ബാബു, PU ഹംസ,
ബൈജു ബഷീർ, ലാൽ ജെയിംസ്, ശശി നെട്ടിശ്ശേരി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അനിൽകുമാർ തെക്കൂട്ട് നന്ദി അറിയിച്ചു. കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. പുത്തൂർ സെന്ററിൽ സംഘടിപ്പിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. CPIM പുത്തൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ജയൻ തെക്കിത്തറ, CPI പുത്തൂർ ലോക്കൽ സെക്രട്ടറി TS മുരളീധരൻ, BJP ജില്ലാ കൌൺസിലർ അംഗം സന്തോഷ് കാക്കനാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിസൻ വർഗീസ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചിറയത്ത്, O ശോഭചന്ദ്രൻ, ഷാജു തൊമ്മാന, ജോസഫ് പടമാടൻ, KT എബ്രഹാം, UK സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. അഞ്ചേരി KA മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പരിധിയിലെ 70 വയസ്സ് പിന്നിട്ടവരെ ഡിവിഷൻ കൌൺസിലർ നീതു ദിനേശ് ഉപഹാരം നൽകി ആദരിച്ചു. വായനശാല പ്രസിഡന്റ് KK തോമസ് അധ്യക്ഷത വഹിച്ചു. മിമിക്രി സിനിമാ താരം സുധീഷ് അഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു. വായനശാല സെക്രട്ടറി സുനിൽ കുണ്ടോളി, മോഹനൻ ഇളംതുരുത്തി, സുരേഷ്ണി സുരേഷ്, ചെറിയാൻ E ജോർജ്, അജി KS എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ലിന് കേന്ദ്ര സർക്കാർ കിലോഗ്രാമിന് അനുവദിച്ച ₹1.40 കേരള സർക്കാർ കർഷകർക്ക് നൽകാതെ തട്ടിയെടുക്കുന്നതായി കർഷക സമിതി നേതാവ് ദാസൻ കാട്ടുങ്ങൽ. കേക്ക് വിവാദം, കോർപ്പറേഷൻ യോഗത്തിൽ ബഹളം. ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷം അതിരൂപത ലൂർദ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. SYS കേരള യുവജന സമ്മേളന എക്സ്പോ ആയിരങ്ങൾ സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.